നെക്സ്റ്റ് ടോപ്പിക്, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് അടുത്തത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോസോൺ എന്നോ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നോ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഐ സൈലൻ്റ് ആയിട്ടാണ് പലപ്പോഴും വായിക്കുന്നത്, കാരണം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നറിയാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്ത് സക്സസ് എന്നും ഫെയിലിയർ എന്ന് പറഞ്ഞും രണ്ട് ഔട്ട്കംസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതും, പി എന്ന് പറയുന്ന പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന്, എൻ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ട്രയൽസ് ആണെന്നുള്ളതുമാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ട്രയൽസ് 100 ഒക്കെ ആണെങ്കിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. മോർ ദാൻ 100, അതായത് 100ൽ കൂടുതലാണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇഫ് എൻ ബിക്കംസ് വെരി ലാർജ് ആൻഡ് പി വെരി സ്മോൾ such that n into p equal to lambda a constant, then we use Poisson distribution. n എന്ന് പറയുന്നത് വെരി ലാർജ്, n വലുതാകുകയും p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ചെറുതാകുകയും ചെയ്യുമ്പോൾ n into p, അതായത് വലുതാകുന്ന ഒരു വാല്യൂവും ചെറുതാകുന്ന ഒരു വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും, ഒരു ഫൈനൈറ്റ് നമ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എൻ ഇൻറ്റു പി എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് എടുക്കുന്നത്? ലാംഡ. എൻ ഇൻറ്റു പി ലാംഡ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റിംഗ് കേസിനെ വിളിക്കുന്ന പേരാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് പി ടെൻസ് ടു 0 ഈസ് കോൾഡ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. എൻ ഇൻഫിനിറ്റിയിലേക്കും പി ടെൻസ് ടു 0യിലേക്കും പോകുമ്പോഴുള്ള ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മളോട് ചോദിക്കും. ഞാനിവിടെ ടെക്സ്റ്റിനകത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തായിരിക്കും PDF എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം PDF എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് എടുത്തു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു NCX p റേസ് ടു x q റേസ് ടു n മൈനസ് എക്സ്. ഞാൻ പറഞ്ഞു ഇവിടെ x ആണ് ഇവിടുത്തെ വേരിയബിൾ ആയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ r ആയിട്ടും എടുക്കാറുണ്ട്. NCR p റേസ് ടു r q റേസ് ടു n മൈനസ് r അല്ലേ. അപ്പം ഇവിടെ പ്രോബബിലിറ്റി ഓഫ് x എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്, അല്ലെ പ്രോബബിലിറ്റി ഓഫ് r എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് NCX p റേസ് ടു x q റേസ് ടു n മൈനസ് എക്സ് ആണ്. ദെൻ n ഇൻറ്റു പി എന്തായിട്ട് എടുക്കുക? ലാംഡ ആയിട്ട് എടുക്കുക. പോസോൺ ഡിസ്ട്രിബ്യൂഷനകത്ത് n ഇൻറ്റു പി ആണ് ലാംഡ, നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സക്സസ് ലാംഡ ആയിട്ട് എടുക്കുക. സോ പി എന്ന് പറയുന്നത് എന്തായി മാറും? ലാംഡ ബൈ എൻ എന്നാവും. പി എന്ന് പറയുന്നത് ലാംഡ ബൈ എൻ. ക്ലിയർലി വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പി ഓൾറെഡി ടെൻസ് ടു 0യിലേക്ക് മാറും ഇല്ലേ. പി ലാംഡ ബൈ എൻ ആണെങ്കിൽ എൻ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പി എങ്ങോട്ട് തന്നെ മാറും? പി ടെൻസ് ടു 0യിലേക്ക് മാറും. ദെൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്ന, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പോവാണ്. NCXൻ്റെ ഫോർമുല എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ. NCXൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ. p റേസ് ടു എക്സ് q റേസ് ടു n മൈനസ് എക്സ്. ക്യൂവിന് പകരം എന്ത് കൊടുക്കുവാണ്? ക്യൂ എന്ന് പറയുന്നത് മാറ്റുവാണ്. ഇവിടെ 1 മൈനസ് പി ദ ഹോൾ റേസ് ടു n മൈനസ് എക്സ്. ഇവിടെ ക്യൂ എന്ന് പറയുന്നൊരു ടേം വരുന്നില്ല പോസോൺ ഡിസ്ട്രിബ്യൂഷനകത്ത്. സോ പി എന്ന് പറയുന്നത് എന്താ? ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ദ ഹോൾ റേസ് ടു n മൈനസ് എക്സ് എന്ന് മാറ്റി എഴുതി. ദെൻ n ഫാക്ടോറിയലും n മൈനസ് എക്സ് ഫാക്ടോറിയലും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. n ഫാക്ടോറിയലും n മൈനസ് എക്സ് ഫാക്ടോറിയലും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം എന്ത് കിട്ടും? n ഇൻറ്റു n മൈനസ് 1, n മൈനസ് 2 എക്സെട്ര n മൈനസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ വരെയാണ് എവിടെ വരുന്നത്? ന്യൂമറേറ്ററിൽ വരുന്നത്. അതായത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന n ഫാക്ടോറിയലും ഡിനോമിനേറ്ററിൽ കിടക്കുന്ന n മൈനസ് എക്സ് ഫാക്ടോറിയലും കൂടെ ക്യാൻസൽ ചെയ്യുവാണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു n വരെയും, n മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര n മൈനസ് എക്സ് വരെയുമാണ്. അപ്പോൾ n മൈനസ് എക്സ് വരെ ക്യാൻസലായി പോകും. പോയിട്ട് എവിടം വരെ വരും? n മൈനസ് 1, n മൈനസ് 2 എക്സെട്ര n മൈനസ് എക്സ് മൈനസ് 1 വരെയാണ് എന്തിൻ്റെ വരുന്നത്? മേളിൽ ന്യൂമറേറ്ററിൽ വരുന്നത്. ദെൻ എക്സ് ഫാക്ടോറിയൽ, ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. പി റേസ് ടു എക്സിന് പകരം, പിക്ക് പകരം എന്ത് കൊടുക്കുവാണ്? ലാംഡ ബൈ എൻ
ദ ഹോൾ റേസ് ടു എക്സ് എന്ന് കൊടുത്തു. അടുത്ത 1 മൈനസ് പിക്ക് പകരം 1 മൈനസ് ലാംഡ ബൈ എൻ. ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഹോൾ റേസ് ടു എൻ എന്നുള്ളത് ന്യൂമറേറ്ററിലും ഹോൾ റേസ് ടു എക്സ് എന്നുള്ളത് ഡിനോമിനേറ്ററിലേക്കും ആക്കി എഴുതി. 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എന്നും 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എക്സ് എന്നും പറഞ്ഞ് എഴുതി. ഒന്നുകൂടെ പറയാം. ആദ്യം എന്താണ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എടുത്തു. PDF-നകത്ത് എൻ സി എക്സിന് പകരം എൻ സി എക്സിൻ്റെ ഫോർമുല കൊടുത്തു. അതുപോലെ തന്നെ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിന് പകരം 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് എൻ ഫാക്ടോറിയലും എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എൻ ഫാക്ടോറിയലും എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും തമ്മിൽ ക്യാൻസൽ ചെയ്തപ്പം എൻ ഇൻറ്റു എൻ മൈനസ് 1 എൻ മൈനസ് 2 എക്സെട്ര എൻ മൈനസ് എക്സ് മൈനസ് 1 എന്നും, അതുപോലെ തന്നെ പിക്ക് പകരം ലാംഡ ബൈ എൻ എന്നും 1 മൈനസ് പിക്ക് പകരം 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സിനെ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, ഈ എക്സ് ഫാക്ടോറിയലിനകത്തും ലാംഡ റേസ് ടു എക്സ് എന്ന് പറയുന്ന ടേമിനകത്തും എന്തില്ല, എന്നില്ല. എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ മതി. പി ഓൾറെഡി എന്തായിക്കോളും, 0യിലേക്ക് പൊക്കോളും. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന ടേമേ ഇല്ലാതാക്കി. പി എന്ന് പറയുന്ന ടേമുകളെല്ലാം ലാംഡ ബൈ എൻ വെച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം എന്നിന് ഇൻഫിനിറ്റി മാത്രം കൊടുക്കുന്നുള്ളൂ. അപ്പം എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പം എന്നില്ലാത്ത ടേമുകൾ, എന്ന് പറയുന്ന ഇല്ലാത്ത ടേം ഏതൊക്കെയാണ്? ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എക്സിനകത്ത് ലാംഡ റേസ് ടു എക്സ്, ഇതിനകത്ത് ലാംഡ റേസ് ടു എക്സും അതുപോലെ തന്നെ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എക്സ് ഫാക്ടോറിയലും. അത് രണ്ടിനകത്തും എന്തില്ല, എന്നില്ല. ലാംഡ റേസ് ടു എക്സിനകത്തും എക്സ് ഫാക്ടോറിയലിനകത്തും ഇല്ല. പോയിട്ട് മേളിൽ കിടക്കുന്ന എൻ ഇൻറ്റു എൻ മൈനസ് 1 എൻ മൈനസ് 2 എക്സെട്ര എൻ മൈനസ് എക്സ് മൈനസ് 1-നകത്ത് ഡിനോമിനേറ്ററിൽ നമുക്ക് ഇവിടെ ഒരു എന്തുണ്ട്, എൻ റേസ് ടു എക്സ് വരുന്നുണ്ട്. ഈ കിടക്കുന്ന എൻ റേസ് ടു എക്സ്, ആ എൻ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എൻ എത്ര പ്രാവശ്യം വരുന്നുണ്ട്, എക്സ് ടൈംസ് വരുന്നുണ്ട്. ആ എൻ റേസ് ടു എക്സിനെ ഈ കിടക്കുന്ന എൻ ഇൻറ്റു എൻ മൈനസ് 1 എൻ മൈനസ് 2 എൻ മൈനസ് 2 എക്സെട്ര എന്ന് പറയുന്ന ടേമിനകത്ത് ഓരോ ടേമിൻ്റെയും ഡിനോമിനേറ്ററിലാക്കി കൊടുത്തു. അതായത് എൻ ബൈ എൻ എന്തായി മാറും, 1 ആകും. എൻ മൈനസ് 1 ബൈ എൻ എന്താവും, 1 മൈനസ് 1 ബൈ എൻ. അടുത്ത എൻ മൈനസ് 2 ബൈ എൻ, 1 മൈനസ് 2 ബൈ എൻ. അങ്ങനെ എൻ മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ എന്താവും, 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എൻ. അങ്ങനെ ഓരോ ടേമിൻ്റെയും ഡിനോമിനേറ്ററിലേക്ക് ആ എൻ റേസ് ടു എക്സിലെ ഓരോ എന്നുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്നിന് ഇൻഫിനിറ്റി കൊടുക്കാം. കാരണം എൻ എല്ലാം തന്നെ ഏകദേശം ഡിനോമിനേറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്കറിയാം 1 ആയിട്ട് തന്നെ നിൽക്കും. 1 മൈനസ് 1 ബൈ എൻ എന്തായി മാറും, 1 ബൈ എന്ന് 0 ആകും. സോ 1ലേക്ക് മാറും. 1 മൈനസ് 0 1 ആണ് അല്ലേ. 1 മൈനസ് 1 ബൈ എന്നിന് ലിമിറ്റ് കൊടുക്കുമ്പം 1 എന്ന് കിട്ടും. 1 മൈനസ് 2 ബൈ എന്നിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പം 1 കിട്ടും. 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ എന്നിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. അങ്ങനെ ആ ടേമുകളെല്ലാം ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 എന്നും, അടുത്തത് 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എക്സ്, ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് നോക്കിയാൽ മതി. 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എക്സ്, അതും എന്തായി മാറും, 1 ആയി മാറും. പക്ഷേ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. അപ്പം 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ എന്താകും? ആ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ലിമിറ്റിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്. അപ്പോൾ ഇവിടെ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ലാംഡ ആയിട്ട് മാറും. 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്തായി മാറും, ഇ റേസ് ടു മൈനസ് ലാംഡ ആയിട്ട് മാറും. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് എന്തായിട്ട് മാറി, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. അതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആയിട്ട് വരുന്നത്. ദ PDF ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ സംശയം തോന്നി കാണും, എന്താണ് എങ്ങനെയാണ് ഇ റേസ് ടു മൈനസ് ലാംഡ വരുന്നത്. അപ്പോൾ അതിൻ്റെ
കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഷോ ദാറ്റ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എൻ പി ഈക്വൽ ടു ലാംഡ അല്ലേ, പ്രോബിലിറ്റി ഓഫ് എക്സ് എടുക്കുക. ഇവിടെ ഞാൻ പ്രോബിലിറ്റി ഓഫ് എക്സ് എടുത്തേക്കുന്നത് എൻ സി എക്സ് എന്നല്ല, എൻ സി ആർ പി റേസ് ടു ആർ ക്യൂ റേസ് ടു എൻ മൈനസ് ആർ എന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എൻ സി എക്സ് വെച്ച് പഠിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, ഞാൻ ആദ്യം ചെയ്തത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ എൻ മൈനസ് ടു എൻ മൈനസ് ആർ മൈനസ് വൺ ബൈ ആർ ഫാക്ടോറിയൽ വൺ മൈനസ് പി പി റേസ് ടു ആർ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ പിക്ക് പകരം ലാംഡ ബൈ എന്ന് കൊടുത്തു. ദെൻ ലാംഡ റേസ് ടു ആറും ആർ ഫാക്ടോറിയലും എന്നിൻ്റെ ടേം ഇല്ലാത്ത ലാംഡ റേസ് ടു ആറും ആർ ഫാക്ടോറിയലും ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ആ എൻ റേസ് ടു ആറ് ഓരോ ടേമിലും അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കുറച്ച് മുമ്പേ പറഞ്ഞ സാധനം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചേക്കുന്ന കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ആറ് എന്നുള്ള ടേം ഉപയോഗിച്ചേക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ എക്സ് തന്നെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഇതെല്ലാം എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 മൈനസ് 1 ബൈ എൻ 1 മൈനസ് 2 ബൈ എൻ ഇതെല്ലാം തന്നെ 1ലേക്ക് ടെൻഡ് ചെയ്യും. ദെൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എന്നിന് എന്ത് സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ റിസൾട്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ. അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 പ്ലസ് 1 ബൈ എക്സ് എവിടെയാണ് വന്നേ? താഴെ ഡിനോമിനേറ്റർ വന്നു. അതേ എക്സ് ദ ഹോൾ റേസ് ടു എക്സ്, അതായത് 1 ബൈ എക്സിൻ്റെ റെസിപ്രോക്കലാണ് എക്സ് അല്ലേ, അതേ എക്സ് മേളി വരുവാണെങ്കിൽ ദ ഹോൾ റേസ് ടു എക്സ് എന്ന് വന്നാൽ ഇ എന്നാകും. അപ്പോൾ ഇവിടെ കിടക്കുന്ന 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ എന്നാണ് അല്ലേ. അപ്പോൾ 1 മൈനസ് ലാംഡ ബൈ എൻ. അപ്പോൾ പവറിലും നെഗറ്റീവ് വരണം. പവറിൽ നെഗറ്റീവ് വരണമെങ്കിൽ പവറിൽ ഞാൻ നെഗറ്റീവ് കൊടുക്കുമ്പോൾ അതിന് വെളിയിലും ഒരു പവർ എടുത്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്തു. കാരണം നെഗറ്റീവ് പോസിറ്റീവായിട്ട് നിന്നാലേ നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നതിനെ ഞാൻ എങ്ങനെ എഴുതുവാണ്? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 1 മൈനസ് ലാംഡ ബൈ എൻ്റെ റെസിപ്രോക്കൽ എൻ ബൈ ലാംഡ എന്നാണ്. അപ്പം എൻ ബൈ ലാംഡ തന്നെ പവർ വരണം. എൻ ബൈ ലാംഡ തന്നെ പവർ വരണമെങ്കിൽ എന്ത് കൊടുക്കണം? 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു മൈനസ് എൻ ബൈ ലാംഡ എന്ന് വന്നു എഴുതി. പക്ഷേ അത് നമുക്ക് 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എന്നിലേക്ക് എത്തിക്കണം അല്ലേ, അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതിനൊരു അറേഞ്ച്മെൻറ്റ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പം ആ ദ ഹോൾ റേസ് ടു എന്നിൽ തന്നെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മൈനസ് ക്യാൻസൽ ചെയ്യാൻ ഒരു മൈനസ് കൂടെ വേണം, ലാംഡ പോകാൻ വേണ്ടി ഒരു ലാംഡയും കൂടെ വേണം. സോ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എന്നിനെ ഞാൻ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു മൈനസ് എൻ ബൈ ലാംഡ ദ ഹോൾ റേസ് ടു മൈനസ് ലാംഡ എന്ന് കൊടുത്തു. അപ്പോൾ അതെന്തായി മാറിക്കോളും? 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റേസ് ടു എന്ന് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഇപ്പം ഈ കിടക്കുന്നത് ആ ലിമിറ്റിനകത്ത് കിടക്കുന്ന സാധനം ഇ ആണ്. ഇ റേസ് ടു എന്ത് വരും? വെളിയിൽ മൈനസ് ലാംഡ കിടപ്പുണ്ട്, ഇ റേസ് ടു മൈനസ് ലാംഡ എന്ന് അങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. സോ ലാംഡ റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ദിസ് ഈസ് പി ഓഫ് ആർ. അപ്പോൾ പി ഓഫ് എക്സ് എന്താണ്? ലാംഡ റേസ് ടു എക്സ് എക്സ് ഫാക്ടോറിയൽ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ഇതാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തെന്ന് പറയുന്നത്? PDF. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ലാംഡയാണ്. അതുപോലെ തന്നെ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് ഇ റേസ് ടു എക്സിൻ്റെ സീരീസ് എക്സാം, അതായത് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ദെൻ ദ സം ടോട്ടൽ സം എപ്പോഴും 1 ആയിരിക്കുമെന്നാണ് അത് കഴിഞ്ഞ് പറയുന്നത്. അതായത് പോസോൺ ഡിസ്ട്രിബ്യൂഷന് ടോട്ടൽ സം 1 എത്തിക്കോളും. നമ്മൾ നേരത്തെ 1 ആക്കി കാണിച്ചായിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എല്ലാ പ്രോബിലിറ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യൂ പ്ലസ് പി ദ ഹോൾ റേസ് ടു എൻ എന്ന് കിട്ടും. ക്യൂ പ്ലസ് പി എന്താണ്? 1 ആണ്. 1 റേസ് ടു എൻ 1 എന്ന് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞ പോലെ ഈ പ്രോബിലിറ്റി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴും എന്തായിക്കോളും? 1 കിട്ടും. കാരണം ഇ റേസ് ടു മൈനസ് ലാംഡ നമുക്ക് കോമൺ എടുക്കാം. പോയിട്ട് 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇ റേസ് ടു ലാംഡയാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എന്താകും? 1 ആകും.